ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗാലക്സി ഫ്ലിപ്പിനെ കുറിച്ചാണ്. ആ മടക്കാവുന്ന ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ വെർഷൻ ഫ്ലിപ്പ് 3. എന്താണ് ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റുകൾ? ഒരു 3-4 മെയിൻ ഘടകങ്ങൾ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫോണിൽ. സോ ഇത് തീർച്ചയായിട്ടും വർത്തായ ഒരു പർച്ചേസ് തന്നെയാണ്. ബട്ട് പ്രധാനപ്പെട്ട 1-2 ന്യൂനതകളും ഉണ്ട്. സോ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. പിന്നെ അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൃത്യമായിട്ട് എനേബിൾ ചെയ്ത് വെക്കുക. എനിക്ക് മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഓൺ ടൈമിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. മെയിൻ ഈ ഒരു ഫോണിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫോം ഫാക്ടർ തന്നെയാണ്. വലിയ ഫോണാണ്, 6.7 ഇഞ്ച് ഡിസ്പ്ലേ ഉള്ള വലിയ ഫോണാണ്. ബട്ട് മടക്കി കഴിഞ്ഞാൽ വളരെ കംഫർട്ടുമാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ഫ്ലിപ്പായിട്ടിരിക്കുന്ന ഈ ഒരു രൂപം തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ ഒരു ഫോൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ പ്രൈമറി ഫോണൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ പോക്കറ്റിലിട്ടാൽ ഇത്രയും വലിയ ഹൈറ്റിൽ പോന്തി നിൽക്കും. അതിപ്പോൾ എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. പാനിൻ്റെ പോക്കറ്റിൽ ഇടേണ്ടി വരും, പോക്കറ്റിലിടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ രീതിയിൽ നിൽക്കും. ബട്ട് ഫ്ലിപ്പാണെങ്കിൽ ഇതിനേക്കാൾ വലിയ ഡിസ്പ്ലേ ആണ് നമുക്ക് ഫ്ലിപ്പിൽ കിട്ടുന്നത്. പക്ഷേ ഫ്ലിപ്പ് മടക്കി കഴിഞ്ഞാൽ പോക്കറ്റിലിട്ടാൽ അറിയുന്നില്ല. വളരെ ലൈറ്റ് വെയ്റ്റ്, കംഫർട്ടബിൾ, സെറ്റായിട്ടിരിക്കും. ആവശ്യം വരുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തുറന്ന വലിയ ഫോൺ 6.7 ഇഞ്ച് ഡിസ്പ്ലേ ഉള്ള വലിയ ഫോണായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. സോ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈ ഒരു ഫോൺ ഞാൻ കയ്യിലെടുക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇങ്ങനെ കൊണ്ടു നടക്കാനുള്ള ഏറ്റവും വലിയ കംഫർട്ടാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ ഫോം ഫാക്ടർ നല്ല ബിൽറ്റ് ക്വാളിറ്റിയാണ്. അലുമിനിയം ഫ്രെയിമും ഗ്ലാസ് ആണെങ്കിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ നല്ല സ്ട്രോങ് ആയ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. IPX8 വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനങ്ങളുണ്ട്. നോർമൽ തിക്നെസ് നോക്കിയാൽ 6.9 mm ആണ്. ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ 17.7 mm ആണ് വരുന്നത്. 183 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. സോ ഓവറോൾ ഇത് കംഫർട്ടബിലിറ്റിക്ക് അല്ലെങ്കിൽ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫോണാണ്. ഒരൊറ്റ കംഫർട്ട് കുറവെന്ന് പറയുന്നത് ഒരു കൈ കൊണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു കൈ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പറ്റും, നമുക്കിങ്ങനെ ഒരു വല്ലോണ്ട് ഇത്തിരി ബലം പിടിച്ചൊക്കെ നമ്മളിങ്ങനെ തുറക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റും. ബട്ട് അത്ര സ്മൂത്തായിട്ട് ഓപ്പൺ ആവില്ല. അങ്ങനെ സ്മൂത്തായിട്ട് ഓപ്പൺ ആവാൻ പാടില്ല. കാരണം ഇത് പല ആംഗിളിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാം. അതിങ്ങനെ കുറച്ച് പകുതിക്കോ മുക്കാലോ എങ്ങനെ വേണമെങ്കിലും ഏത് റേഞ്ചിൽ വേണമെങ്കിലും ഓപ്പൺ ചെയ്ത് സ്ട്രോങ് ആയിട്ടിരിക്കും. അത് മാത്രമല്ല, നമ്മൾ ഈ ഫോൺ ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ഗെയിം കളിക്കണമെങ്കിലും നമുക്ക് കളിക്കാം. അങ്ങനെ വളഞ്ഞു പോകുന്ന പ്രശ്നമൊന്നുമില്ല. അത് ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ടാണ് ആ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ കിട്ടുന്നത്. ബട്ട് ഒറ്റ കൈ കൊണ്ടുള്ള ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബട്ട് എങ്കിലും അതും പോസിബിളാണ്. ഓവറോൾ ബിൽറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളും ഇങ്ങനെയാണ്. ടോപ്പ് ക്ലാസ് ക്വാളിറ്റി ഉണ്ട്, കംഫർട്ടബിളാണ്. ഇതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കി കഴിഞ്ഞാൽ 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് ഡൈനാമിക് ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. 5 ഹോൾ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. 10 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. റിയർ സൈഡിൽ നമുക്ക് 1.9 ഇഞ്ച് വരുന്ന ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ഉണ്ട്. 12 മെഗാ പിക്സലിൻ്റെ 2 ക്യാമറ, മെയിൻ ക്യാമറ പ്ലസ് വൈഡ് ആംഗിൾ ക്യാമറ. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ. അത് നമുക്ക് പവർ ബട്ടൺ എന്ന് പറയാൻ പറ്റില്ല, ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഞാനിവിടെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ലോങ് പ്രസ്സിൽ ഞാൻ പവർ ഓഫ് തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിയും കൊടുക്കാം. പിന്നെ വോളിയം ബട്ടണുകളും റൈറ്റ് സൈഡിൽ കാണാം. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ്, ഒരൊറ്റ സിമ്മേ പറ്റുള്ളൂ. പിന്നെ വേണമെങ്കിൽ ഈ സിമ്മാണ്. ടോപ്പ് സൈഡിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണാണ്. താഴേക്ക് വന്നാൽ 2 മൈക്രോഫോണും Type-C പോർട്ടും സ്പീക്കർക്കില്ല. ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഞാൻ പറഞ്ഞു, ലൈറ്റ് വെയ്റ്റ്, കംഫർട്ടബിൾ, എല്ലാം കൊണ്ടും നല്ല പ്രീമിയം ഡിവൈസ് ആണ് ഗാലക്സി ഫ്ലിപ്പ് 3. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയും ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ യൂസർ ഫ്രണ്ട്ലി ആയ ഇതിൻ്റെ UI-യുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് ആമോലെഡ് ഡിസ്പ്ലേ, ഡൈനാമിക് ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഒക്കെ ഉണ്ട്. വളരെ സ്മൂത്തായ ഓപ്പറേഷൻസ് ആണ്, യാതൊരു ലാഗും ഇല്ല. സ്നാപ്ഡ്രാഗൺ 888 പ്രോസസ്സർ. സോ പെർഫോമൻസിൻ്റെ ഭാഗത്ത് യാതൊരുവിധ ഇഷ്യൂസും ഇല്ല, പക്ക കണ്ടീഷനാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ സ്മൂത്താണ്. ഈവൻ HDR-ലടക്കം എക്സ്ട്രീമിൽ നമുക്ക് PUBG കളിക്കാൻ സാധിക്കും. ബട്ട് നമുക്ക് സ്മൂത്തിൽ പോലും 90 FPS കിട്ടുന്നില്ല എന്നുള്ളത് ഇത്തിരി ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇത്രയും പൈസ കൊടുത്ത് ഈ ഫോൺ വാങ്ങിയിട്ട് ഇത്രയും പവറുള്ളൊരു പ്രോസസ്സർ ഉണ്ടായിട്ട് ഈ ഒരു ഫീച്ചർ മാത്രമേ എനേബിൾ ചെയ്തിട്ടില്ല. 60 FPS കിട്ടും, ബട്ട് അത് HDR-ലടക്കം കിട്ടും. സോ ഗെയിം പ്ലേയിലൊന്നും യാതൊരു ഇഷ്യൂലും നിങ്ങളിവിടെ കാണുന്ന പോലെ തന്നെ പക്ക സ്മൂത്താണ്. One UI 3.1 ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ആണ്. യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. നോക്സ് സെക്യൂരിറ്റി, NFC, വൈഫൈ കോളിംഗ്, വൈഫൈ 6, ബ്ലൂടൂത്ത് 5.1, അങ്ങനെ എന്തൊക്കെ ഒരു ഫോണിൽ വേണോ അതെല്ലാം ലേറ്റസ്റ്റ് സംവിധാനങ്ങൾ തന്നെ ഈ ഫോണിലുണ്ട്. സോ പെർഫോമൻസിൻ്റെ ഭാഗത്തൊന്നും യാതൊരുവിധ ഇഷ്യൂസും നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ഫേസ് ചെയ്യുന്നില്ല. ഇനി ഇതിൻ്റെ മീഡിയ കൺസംഷൻ, ഡിസ്പ്ലേ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഈ മടക്കുന്ന ഭാഗമുണ്ടല്ലോ, ഡിസ്പ്ലേ ഈ മടക്കുന്ന ഈ ഒരു സെക്ഷനിൽ ഒരു ചെറിയൊരു പാട് പോലെ ആ മടക്കലിൻ്റെ ആ ഒരു സംഭവം കിടക്കുന്നുണ്ട്. അത് കാരണം ആ ഡിസ്പ്ലേ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ, ഒരു നൈസായ ഒരു ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ആ ഒരു മടക്കിൻ്റെ ഒരു ഇത് ഇവിടെ ഉണ്ട്, അതൊരു ഭംഗികേടാണ്. ബട്ട് എങ്കിലും വിഷ്വലിനൊന്നും കുഴപ്പമില്ല. നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വിഷ്വലൊക്കെ ആസ്വദിക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഫ്ലിപ്പ് മോഡിൻ്റെ അല്ലെങ്കിൽ ഫ്ലെക്സ് മോഡിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് പല തരത്തിലുണ്ട്.
നമുക്കിപ്പോൾ നോർമലി ഒരു സെൽഫി എടുക്കണമെങ്കിൽ ഫോൺ എവിടെയെങ്കിലും ഇത്തിരി ലോങ് ആയിട്ട് വെച്ചുകൊണ്ട് സെൽഫി എടുക്കണമെങ്കിൽ നമ്മൾ ഫോൺ സാധാരണഗതിയിൽ എവിടെയെങ്കിലും ഇങ്ങനെ കൊണ്ട് വെക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മുടെ നേർക്ക് വെച്ച് കറക്റ്റ് എവിടെ വേണമെങ്കിലും ഈസി ആയിട്ട് കൊണ്ടുവയ്ക്കാം, ഫോട്ടോ എടുക്കാം, സെൽഫി എടുക്കാൻ ഈസിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ടൈമർ വെച്ച് എടുക്കണമെന്നില്ല. നമുക്ക് ഇപ്പോൾ ഗാലക്സി വാച്ച് 4 നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് അവിടെ കൊണ്ട് വെച്ചിട്ട് വാച്ചിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്കത് വർക്ക് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് വാട്സപ്പ്, വീഡിയോ കോളിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോളും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ഫോൺ ഇങ്ങനെ പിടിച്ചുകൊണ്ട് സംസാരിക്കണം, അല്ലെങ്കിൽ ഫോൺ എവിടെയെങ്കിലും വെക്കണം. ബട്ട് ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഫ്ലെക്സ് മോഡിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു ടോപ്പ് പോർഷനിൽ ആ വീഡിയോ കോൾ കൃത്യമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എവിടെയെങ്കിലും വെച്ചുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് വീഡിയോ കോളും കാര്യങ്ങളും ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ് ഈ ഒരു ഡിസൈൻ. അതേപോലെ തന്നെ സ്പ്ലിറ്റ് സ്ക്രീൻ പോലുള്ള സംവിധാനങ്ങൾ, നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോഴായാലും എന്ത് കാര്യം ചെയ്യുമ്പോഴായാലും നമുക്ക് മുകളിലെ പോർഷനിൽ നമുക്ക് ഇമേജുകളോ അല്ലെങ്കിൽ എന്ത് സംഭവമാണെങ്കിലും ഇട്ടിട്ട് താഴത്തെ ടച്ച് പാഡ് പോലെ വെച്ചുകൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ നമുക്ക് ഇതിനകത്ത് സാധിക്കും. അതുപോലെ ഏത് കാര്യത്തിനാണെങ്കിലും ആ ഒരു മോഡിൽ എല്ലാ ആപ്ലിക്കേഷനുകളെയും തന്നെ നമുക്ക് അതിനകത്തേക്ക് ഇട്ടുകൊണ്ട് ഉപയോഗിക്കാം. ഇതിനകത്ത് ലാബ് എന്ന് പറയുന്ന ഒരു സെറ്റിംഗ്സിനകത്ത് ഫ്ലക്സ് മോഡുണ്ട്. അതിനകത്ത് എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാം തന്നെയും ഈ ഫ്ലക്സ് മോഡിൽ വർക്ക് ചെയ്യും. അതായത് ടോപ്പ് പോർഷനിൽ ആ വിഷ്വൽ കാണുക, താഴെ നമുക്ക് കൺട്രോൾ, ആ രീതിയിൽ മാറി വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനം ഇതിനകത്തുണ്ട്. സോ തീർച്ചയായിട്ടും അതെല്ലാം അഡ്വാൻസ്ഡ് ആയ ഈ ഫോണിൻ്റെ സ്പെഷ്യൽ ഫീച്ചറുകളാണ്. തീർച്ചയായിട്ടും നല്ല ഫീച്ചറുകൾ തന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും പല ഫംഗ്ഷനുകളും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തന്നെ വരുന്നുണ്ട്. സോ ഇത്തരത്തിൽ മടക്കുന്ന ഡിസ്പ്ലേ ഫീച്ചറുകളുള്ള ഒരു ഫോൺ എന്ന രീതിയിൽ ഇത് തീർച്ചയായിട്ടും കൺവീനിയൻ്റ് ആണ്, യൂസ്ഫുൾ ആണ് യൂസ് ചെയ്യുന്നതിൽ. പിന്നെ ഇപ്പോൾ നമ്മൾ കിട്ടിയിട്ടേ ഉള്ളൂ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്തതിന് നല്ല രീതിക്ക് യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ യൂസ്ഡ് റിവ്യൂവിൽ ഞാൻ ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ പറയാം. ഇനി ഇതിൽ മറ്റൊരു അഡ്വാൻറ്റേജ്, നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ്. വിഷ്വലൊക്കെ കാണുമ്പോൾ നല്ല ലൗഡായ ക്വാളിറ്റിയുള്ള സൗണ്ടാണ്. സ്റ്റീരിയോ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഗുഡ് ക്വാളിറ്റി സൗണ്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട്, ഡോൾബി സപ്പോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ പുറമേയുള്ള ഈ കവർ ഡിസ്പ്ലേ ഉണ്ടല്ലോ, ഇതുകൊണ്ടും വളരെയധികം അഡ്വാൻറ്റേജുകളുണ്ട്. ഇത് നമുക്ക് പലതരത്തിൽ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാം, അത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിത് വാച്ചുമായിട്ട്, ഗാലക്സി വാച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ട് വാച്ചിൽ ഡിസ്പ്ലേ തന്നെ ഇവിടെ ഇടുന്നെങ്കിൽ അതിനും സാധിക്കും. വാച്ചിൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ കാണണമല്ലോ, അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം, തീർച്ചയായിട്ടും കണ്ടു നോക്കുക. പിന്നെ ഈ ഡിസ്പ്ലേയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫി ക്യാമറ നമുക്ക് നോർമലി ഇതിൻ്റെ ഉള്ളിലുണ്ട്, നമുക്ക് സെൽഫി എടുക്കാം, എങ്ങനെ വേണം എടുക്കാം, നല്ല ക്വാളിറ്റി ഉണ്ട്, ഒരു സംശയമില്ല. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഈ പുറത്തുള്ള കവർ ഡിസ്പ്ലേ ഉണ്ടല്ലോ, പവർ ബട്ടണിൽ നമ്മൾ 2 ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കവർ ഡിസ്പ്ലേ ക്യാമറ ഓപ്പൺ ആവും, അതിന് പ്രിവ്യൂ ഓപ്പൺ ആവും, ആ ഡിസ്പ്ലേയുടെ അകത്ത് പ്രിവ്യൂ ഓപ്പൺ ആവും. നമുക്ക് അത് നോക്കിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ പിടിച്ച് ഈസി ആയിട്ട് സെൽഫി എടുക്കാം. ജസ്റ്റ് പവർ ബട്ടണിൽ ആ വോളിയം ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെൽഫി എടുക്കാം. നല്ല ക്വാളിറ്റി സെൽഫികൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ ക്വാളിറ്റി ലെവൽ മെയിൻ ക്യാമറ കൊണ്ട് നമുക്ക് സെൽഫി എടുക്കാൻ സാധിക്കുന്ന സാരം. വൈഡ് ആംഗിളിലടക്കം നമുക്ക് മെയിൻ ക്യാമറയിൽ ഇതുപോലെ സെൽഫി എടുക്കാൻ സാധിക്കുന്ന വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു ഫീച്ചറും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിളുകൾ കണ്ടു നോക്കാം. മെയിൻ ക്യാമറ ഇമേജുകളാണ് നിങ്ങൾ കാണുന്നത്. ഓവറോൾ എല്ലാം തന്നെയും ഡീസൻറ്റ് ക്വാളിറ്റി ഇമേജുകളാണ്, ഒരു തരത്തിലുള്ള ഇഷ്യൂസ് എനിക്ക് തോന്നിയില്ല. ഓവറോൾ ഗുഡ് ക്വാളിറ്റി ഇമേജുകളാണ് ഇതിൻ്റെ മെയിൻ ക്യാമറ ആയാലും സെൽഫി ക്യാമറ ആയാലും നമുക്ക് തരുന്നത്. ഈവൻ ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷനിലടക്കം നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ രാത്രിയൊക്കെ എടുത്ത ഫോട്ടോകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. രാത്രി എടുത്ത ഫോട്ടോകളിൽ ഇത്തിരി വെളുപ്പിക്കൽ കൂടുതലുണ്ടോയെന്നാണ് എനിക്കൊരു സംശയം. നിങ്ങൾ ഡിസൈഡ് ചെയ്യുക എങ്ങനെയുണ്ട് ഈ ഫോട്ടോകൾ. നല്ല ക്വാളിറ്റിയാണ്. അതേപോലെ തന്നെ വീഡിയോസ് സെൽഫി ക്യാമറയിലായാലും മെയിൻ ക്യാമറയിലായാലും 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് വരെ ഷൂട്ട് ചെയ്യാം. വീഡിയോ ക്വാളിറ്റിയും വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. യാതൊരുവിധ ഇഷ്യൂസും ഞാൻ കണ്ടില്ല. വരും ദിവസങ്ങളിൽ ഞാൻ കുറച്ചധികം വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ നോക്കി കഴിയുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ ഫുൾ റിവ്യൂ വീഡിയോയിൽ നമ്മളതൊക്കെ ഉൾപ്പെടുത്തും. ഓവറോൾ ഇതിൻ്റെ ക്യാമറ സെക്ഷൻ, സ്ലോ മോഷൻ അടക്കം എല്ലാ ഘടകങ്ങളും കിടിലൻ സെറ്റപ്പാണ്. നല്ലൊരു ക്യാമറയാണ്. കാരണം തീർച്ചയായും നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം 70-80 രൂപ റേഞ്ചിലുള്ളൊരു ഫോണാണ്. അപ്പോൾ ആ ഒരു ഫോണിൽ നല്ല ക്വാളിറ്റി ക്യാമറ നിർബന്ധമായിട്ട് ഉണ്ടാവണം. സാംസങ്ങിൻ്റെ ഫോൺ കൂടിയാണ്. സോ നല്ല ക്വാളിറ്റി ക്യാമറയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ലോ മോഷനൊക്കെ 960 FPS വരെ കിട്ടുന്നുണ്ട്. 240 FPSൻ്റെയും നിങ്ങൾക്ക് എടുക്കാം. സോ ഓവറോൾ ഡീസൻറ്റ് സെറ്റപ്പാണ് ക്യാമറ സെഗ്മെൻറ്റ്. ക്യാമറയുടെ വീഡിയോ സെക്ഷനിൽ നമുക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒക്കെ വരുന്നുണ്ട്. സോ അതിൻ്റെതായ ഒരു ക്വാളിറ്റി നമുക്ക് വീഡിയോയിലും ഫോട്ടോസിലും ഒക്കെ കാണാനുണ്ട്. ഇനി ഈ ഫോണിൽ എനിക്ക് പോരായ്മയായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് 3300 mAhൻ്റെ ബാറ്ററിയാണ്. ആ ബാറ്ററി ലൈഫ് വളരെ കുറവാണ്. ആ ഒരു ബാറ്ററി സൈസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ബാറ്ററി ലൈഫ് കുറവായിരിക്കും എന്നുള്ള കാര്യം. ബട്ട് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഫോൺ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഫുൾ സ്ക്രീനിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നോട്ടിഫിക്കേഷൻ വരുമ്പോഴും കോൾ വരുമ്പോഴും ഒക്കെ നമുക്ക് അത് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. പിന്നെ ഗാലക്സി വാച്ചുമായി കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഗാലക്സി ബഡ്സ് ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഈ ഡിസ്പ്ലേ ഓപ്പൺ ചെയ്യേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ ബാറ്ററി കൺസംഷൻ വളരെ കുറവായിരിക്കും. സോ ഒരു ദിവസം സുഖമായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഞാനിപ്പോൾ ഇത് കിട്ടിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അതുകൊണ്ട് ഭൂരിഭാഗം സമയത്ത് ഞാൻ ഓപ്പൺ ചെയ്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് ഉപയോഗിച്ച് വരികയാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ദിവസം ഒന്നും കിട്ടുന്നില്ല. ഞാൻ രാത്രി 10 മണിക്ക് മറ്റോ ഫുൾ ചാർജ് ചെയ്തിട്ട് രാവിലെ ഇപ്പോൾ 10 മണി ആകുമ്പോഴേക്കും ഏകദേശം 36%. അതിനിടയ്ക്ക് ഞാൻ വയർലെസ് ചാർജറിൽ വെച്ചുകൊണ്ട് ഒരു 10-20% ചാർജ് ചെയ്തു. എന്നിട്ട് 36 ഉള്ളൂ.
ഏകദേശം ഒരു 10% ഒക്കെ ബാക്കി ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. വളരെ നല്ല രീതിയിൽ ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ട്. അത് ഈ ബാറ്ററി ലൈഫ് കുറവായ ഫോൺ ആയതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ നോർമൽ യൂസിനൊക്കെ മിനിമം യൂസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം സുഖമായിട്ട് എത്തിയേക്കാം. പിന്നെ ഈ ഫോണിൽ മറ്റൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഹീറ്റ് ആവുന്നുണ്ട്. നോർമൽ ബ്രൗസിങ്ങിലാണെങ്കിൽ ചെറിയൊരു ഹീറ്റ് വരുന്നുണ്ട്, ഗെയിമിങ്ങിലാണെങ്കിൽ ഉറപ്പായിട്ടും ഹീറ്റ് വരുന്നുണ്ട്. സോ ഹീറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഓവർ ഹീറ്റിംഗ് വന്നിട്ടില്ല, ഞാൻ അങ്ങനെ ഹെവി ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ട് ഇത്തിരി ഹെവി ആയിട്ട് യൂസ് ചെയ്ത് നോക്കുമ്പോഴേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. ബാറ്ററി 3300 mAh ആണ്. അതിൻ്റെ ഒപ്പം തന്നെ 15 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. പിന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ 15 വാട്ടൊക്കെ ഫാസ്റ്റ് ചാർജിംഗ് ആണോ ചേട്ടാ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്ന ഒരു സുഹൃത്ത് കമൻറ്റ് ഞാൻ കണ്ടു. 15 വാട്ട് പോരാ, നമുക്കറിയാം. കാരണം 30 വാട്ടും 50 വാട്ടും 60 വാട്ട് 65 ഒക്കെ വരുമ്പോൾ 15 എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഫാസ്റ്റ് അല്ല. ബട്ട് 5 വാട്ടാണ് ബേസിക് ചാർജിങ്. അതിനെ അപേക്ഷിച്ച് 10 വാട്ട് പോലും വേണമെങ്കിൽ ഫാസ്റ്റ് എന്ന് പറയാം. 15 വാട്ട് തീർച്ചയായിട്ടും ഒരു ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ്. ബട്ട് നമുക്ക് 30-50 വേണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് 15 കുറവായിരിക്കും. ബട്ട് സാംസങ്ങിന് ഇപ്പോഴും 15 വാട്ട് നല്ല ഫാസ്റ്റ് ചാർജിങ് ആണ്. പിന്നെ അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതിൻ്റെ ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൃത്യമായിട്ട് എനേബിൾ ചെയ്ത് വയ്ക്കുക. സോ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.